തൂക്കി പാലക്കാടും കേരളവും. രാഹുൽ മാങ്കൂട്ടം അതോടൊപ്പം ഒരു വീഡിയോ കൂടി പങ്കുവച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ പാലക്കാട്ട് നടന്ന രമേശ് പിഷാരടിയുടെ ആഘോഷത്തിൽ വിജയാഹ്ലാദത്തിൽ പങ്കുചേരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ചിത്രം കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ കൃത്യമായിട്ട് ഒരു കാര്യം മനസ്സിലാകുന്നത്, ഇന്നലെ പാലക്കാട്ടെത്തിയ രാഹുൽ മാങ്കൂട്ടം പാലക്കാട്ട് തന്നെ തുടർന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം പത്തനംതിട്ടയിലേക്ക് തിരിച്ചു പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ രാഹുലിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട്ട് ആഘോഷങ്ങൾ കഴിഞ്ഞ് രമേശ് പിഷാരടിയുടെ റോഡ് ഷോ നടന്നപ്പോൾ ആ റോഡ് ഷോയ്ക്കെതിരെ CPM-ന്റെ ക്രിമിനൽ ക്രിമികീടങ്ങൾ വലിയ തരത്തിലുള്ള അക്രമമാണ് അയച്ചുവിട്ടത്. എന്താണെങ്കിലും പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഭരണം മാറി, ഇനി ഓശാന പാടണ്ട, ഇനി പാടിക്കഴിഞ്ഞാൽ തലയിൽ തൊപ്പി ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. അന്തങ്ങമ്മി അടിമകൾക്ക് നല്ല നെരിവട്ടം കിട്ടിയിട്ടുണ്ട്. പാലക്കാട്ട് നിന്ന് നെരിവട്ടം കിട്ടിയിട്ടുണ്ട്, അടിച്ചോടിച്ചിട്ടുണ്ട്. പാലക്കാട്ടെ ജില്ലാ കമ്മിറ്റി ആഫീസിൽ കയറി നിന്നിട്ട് ഈ പറയുന്ന പിഷാരടിയുടെ വാഹന വ്യൂഹത്തിന് നേരെ സോഡാ കുപ്പിയേറും കല്ലേറും നടത്തിയ ആന്തങ്ങമ്മി അടിമകളുടെ അണ്ടകടാഹം പൊളിക്കുന്ന രീതിയിലുള്ള അടിയാണ് പോലീസിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പോലീസുകാർക്ക് കാര്യം മനസ്സിലായി, ഭരിക്കാൻ പോകുന്നത് കോൺഗ്രസ് ആണ്. പലതും നോട്ടമിട്ടിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം പോലെ എല്ലാത്തിനും എണ്ണി മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഉറപ്പിൻ്റെ പുറത്ത് കൊടുത്തു. സഖാക്കൾക്ക് നല്ല നെരിപ്പം കിട്ടി. രാഹുലും സാക്ഷിയായിട്ടുണ്ടായിരുന്നു. രാഹുൽ വാഹനത്തിലുണ്ടായിരുന്നില്ല, പക്ഷേ രാഹുൽ പാലക്കാട്ട് ഉണ്ടായിരുന്നു. രാഹുൽ വലിയ സന്തോഷവാനാണ്. രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞ കുറേ ക്രിമികീടങ്ങൾ സൈബർ ക്യാമ്പയിൻ നടത്തി. ഏത് AKG സെൻറ്ററിൽ നിന്നുള്ള ക്യാപ്സ്യൂളായിരുന്നു. ഞങ്ങൾ രാഹുൽ ഇല്ലെങ്കിൽ ഒലത്തടോ നിങ്ങൾ. രാഹുൽ ഇതാ രമേശ് പിഷാരടിയുടെ വിജയത്തിൽ അവിടെ വന്നിട്ട് ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ് പാലക്കാടിൻ്റെ മണ്ണിൽ. രമേശ് പിഷാരടിയുടെ വിജയത്തിൽ പാലക്കാടിൻ്റെ മണ്ണിൽ ആഹ്ലാദ നൃത്തം ചവിട്ടുകയാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്. സഖാക്കൾക്ക് കാര്യം പിടി കിട്ടിയിട്ടുണ്ടാവുമല്ലോ. സഖാക്കൾക്ക് ഇനി കുരു നന്നായിട്ട് പൊട്ടുമല്ലോ. സഖാക്കൾക്ക് നന്നായിട്ട് കുരു പൊട്ടുമല്ലോ ഇനി, ഇല്ലേ? പൊട്ടണം, തീരുന്നില്ല. ഇതിവിടം കൊണ്ട് തുടങ്ങുന്നതേയുള്ളൂ, തുടങ്ങിയിട്ടില്ല, തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. വെറും ടെസ്റ്റ് ഡോസ് മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സഖാക്കളെ. കണക്ക് പറയിപ്പിക്കുമെന്ന് സതീശൻ പറഞ്ഞില്ലേ? ആ കണക്ക് പറയിപ്പിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങളുടെ ചെക്കനെ രാത്രിക്ക് രാത്രി തൂക്കിയതിനടക്കമുള്ള മറുപടികൾ നിങ്ങളെ കൊണ്ട് എണ്ണി പറയിപ്പിക്കുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ ഇത് അതിനുള്ളതാണ്, ഇത് അതിനുള്ളതാണ് എന്നൊക്കെ സതീശൻ പറയുമെന്ന് കരുതണ്ട. അത് ഞങ്ങളെപ്പോലുള്ളവർ പറയും. ഓരോന്നും കാണുമ്പോൾ ഇത് എന്തിനുള്ള പ്രതികാരമാണ്, ഇതെന്തിനുള്ള പകരം ചോദിക്കലാണ് എന്ന് എണ്ണി ഞങ്ങളെപ്പോലെയുള്ളവർ പറയും. എന്താണെങ്കിലും മനസ്സിന് വലിയ സന്തോഷം നൽകുന്ന കാഴ്ചകൾ കേരളത്തിലുടനീളം കാണുകയാണ്. ആ കൂട്ടത്തിൽ ഈ മനുഷ്യൻ ഇന്ന് വിജയിച്ച് കയറുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടാവേണ്ടിയിരുന്ന ആ മനുഷ്യൻ ഇന്ന് പാലക്കാടിൻ്റെ മണ്ണിലിറങ്ങിയിട്ട് രമേശ് പിഷാരടിക്ക് വേണ്ടി ആനന്ദ നൃത്തം ചവിട്ടുന്നുണ്ടെങ്കിൽ സഖാക്കളെ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെച്ചോ. ഇനിയുള്ളത് പട്ടാഭിഷേകം കഴിഞ്ഞു സതീശൻ്റെ. ഇനിയുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തിരിച്ചു വരവാ. അജയ്യമായിട്ട്, അതിശക്തനായിട്ട് നിങ്ങൾ ഇത്രകാലവും ഭയപ്പെട്ട രാഹുല് തിരിച്ചു വരാൻ പോവുകയാണ് സഹോദരങ്ങളെ, സഖാക്കളെ. ഓർത്തു വെച്ചോളൂ. ഒന്നും ബാക്കിയാക്കുന്ന ശീലമില്ല. എല്ലാം അളന്ന് മുറിച്ച് പലിശ അടക്കം കൊടുത്തിട്ടുള്ള പാരമ്പര്യമാണ് രാഹുലിൻ്റെത്. ആ പാരമ്പര്യം അയാൾ നിങ്ങൾക്ക് തിരിച്ചു തന്നിരിക്കും. മറക്കില്ല രാമ, മറക്കില്ല, ഒന്നും മറക്കില്ല അയാൾ. മനസ്സിലായില്ലേ? തൂക്കി പാലക്കാടും തൂക്കി, കേരളവും തൂക്കി എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര തൂക്കല് അല്ലേ? ഈ മനുഷ്യനും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലെ അവസാന ലാപ്പില് രാഹുൽ പൊട്ടിച്ച വെടിയുണ്ടല്ലോ,
പിണറായി വിജയൻ്റെ ചങ്ക് തുളച്ചു കയറിയ വെടി അതിപ്പോഴും അതിൻ്റെ പരിക്കിൽ നിന്ന് പിണറായി വിജയൻ മുക്തനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലേ? ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മെയ് 8-ാം തീയതി രാത്രി വരെ എന്ന് പറഞ്ഞാൽ 9-ാം തീയതി എല്ലാവരും പോളിംഗ് ബൂത്തിലേക്ക് കയറുന്നു. 8-ാം തീയതി രാത്രി വരെ, അന്ന് വൈകുന്നേരം പോലും രാഹുലിട്ട ആ വീഡിയോ ഉണ്ടല്ലോ, എണ്ണി 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 വിജയൻ്റെ പരാജയങ്ങൾ എണ്ണി പറഞ്ഞ രാഹുൽ. ഇതിൻ്റെയൊക്കെ എഫക്റ്റ് കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എല്ലാത്തിൻ്റെ എഫക്റ്റും ഉണ്ടായിട്ടുണ്ട്. ഇനി പകരം ചോദിക്കാനുള്ള നാളുകളാ. രമേശ് പിഷാരടി പാലക്കാട്ടേക്ക് വന്നപ്പോൾ നമ്മളൊക്കെ സംസാരിച്ചപ്പോൾ കുറേ അന്തംഗമി കൃമികീടങ്ങൾ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ചെയ്തു, രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. അപ്പം നമ്മൾ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾ രാഹുലിനെ സ്നേഹിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ രാഹുലിൻ്റെ നിലപാടിനൊപ്പം നിൽക്കാൻ കഴിയാത്തത് എന്തേ നിങ്ങൾക്ക് എന്ന്. അപ്പോഴാണ് ഇത് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത് വിജയൻ്റെ കൃമികീടങ്ങളാണ് എന്നുള്ളത് മനസ്സിലായത്. അല്ലേ? ഇന്ന് ആ രാഹുൽ പാലക്കാടുണ്ട്. രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങളില്ല എന്ന് പറഞ്ഞവർക്ക് മുന്നിൽ രാഹുൽ പാലക്കാടുണ്ട്. എന്തിനാ പാലക്കാട്? രാഹുൽ രമേശ് പിഷാരടിയുടെ വിജയത്തിൻ്റെ ആഹ്ലാദം പങ്കിടാൻ പാലക്കാടിൻ്റെ മണ്ണിൽ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയ അതേ പാലക്കാടിൻ്റെ മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് ആഹ്ലാദ നൃത്തം ചവിട്ടാൻ രാഹുൽ പാലക്കാട് ഉണ്ടായിരുന്നു. അയാളത് അവിടെ നടത്തുകയും ചെയ്തു. ഇതിലും വലിയ പ്രതികാരം മറ്റെന്താണുള്ളത്? ആ മനുഷ്യൻ അങ്ങനെ അർമാദിക്കുകയാ. ഇനി ഒറ്റൊന്ന് മാത്രമേ ബാക്കിയുള്ളൂ, ആ മനുഷ്യൻ്റെ തിരിച്ചുവരവ്, പാർട്ടിയിലേക്കുള്ള തിരിച്ചുവരവ്. അതിനു വേണ്ടി കാത്തിരിക്കുകയാണ്. ആ മനുഷ്യൻ പാർട്ടിയിലേക്ക് തിരിച്ചെത്താനുള്ള ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. എത്രയും പെട്ടെന്ന് അത് സംഭവിക്കും. അല്ലേ? എത്രയും പെട്ടെന്ന് അത് സംഭവിക്കും. ഇനി രാഹുലിൻ്റെ പട്ടാഭിഷേകം ബാക്കി എല്ലാം നടന്നു കഴിഞ്ഞു. കേരളം തൂക്കി. കേരളം UDF തൂക്കി, കോൺഗ്രസ് തൂക്കി, മുസ്ലിം ലീഗ് തൂക്കി, ഘടകകക്ഷികൾ തൂക്കി, ടീം UDF കേരളം തൂക്കി. ഒരൊറ്റ ഒരു കുറവ്, എന്താ പറയേണ്ടത്, ആ ഒരു കംപ്ലീറ്റ് ആവാൻ ഒരു പോയിന്റിൻ്റെ കുറവ്, ആ കുറവ് രാഹുലിൻ്റെതാണ്. അത് ഉടനടി ആ കുറവ് നികത്തുന്നതായിരിക്കും. അടിമകൾക്ക് ഇനി ഉറക്കമില്ല നാളുകളാണ്. മനസ്സിലായില്ലേ? കട്ടതിൻ്റെയും നക്കിയതിൻ്റെയും തിന്നതിൻ്റെയും തൂറിയതിൻ്റെയും ഒക്കെ കണക്ക് അടിമകളെ കൊണ്ട് എണ്ണി പറയിപ്പിക്കാൻ പോവുകയാണ്. ഒന്നും അങ്ങനെ മറന്നു പോകില്ല. സതീശൻ പറഞ്ഞതുപോലെ ഒന്നും മറക്കില്ല രാമ. എല്ലാം ഓർമ്മയിലുണ്ട്. എല്ലാത്തിനും പകരം ചോദിക്കുകയും ചെയ്യും. സ്വാഭാവികമാണ്. ഇതൊക്കെ കാണുമ്പോൾ രാഹുൽ പാലക്കാട്ട് വന്ന് നൃത്തമാടുന്നു, രാഹുൽ ആഹ്ലാദിക്കുന്നു, രാഹുൽ വലിയ ആഘോഷങ്ങൾ നടത്തുന്നു, രമേശ് പിഷാരടി വിജയിച്ചു കയറുന്നു, കേരളത്തിൽ ഉടനീളം UDF വലിയ വിജയമുണ്ടാക്കുന്നു. അന്നകമ്മി അടിമകൾക്ക് ക്രിമുപൊട്ടും, കുരുപൊട്ടും, ക്രിമികടി ഉണ്ടാകും, മൂലം കടച്ചിലുണ്ടാകും. ആക്രമണത്തിൻ്റെ പാതയിലേക്ക് തിരിയുകയാണ് സഖാക്കള്. ജില്ലാ കമ്മിറ്റി ആഫീസിൽ ഇരുന്നു കൊണ്ട് ഗേറ്റും പൂട്ടിയിട്ട് കല്ലെറിയാൻ ഇറങ്ങി പുറപ്പെട്ടാൽ സഖാക്കളെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ ഈ അക്രമത്തിൻ്റെ തെരഞ്ഞെടുപ്പ് തോറ്റതിന് എടോ കോൺഗ്രസ്സുകാരൻ്റെ അല്ലെങ്കിൽ വിജയിച്ച് കയറിയവൻ്റെ കൊങ്ങക്ക് പിടിച്ചിട്ട് കാര്യമുണ്ടോ? കേരളത്തിലെ ജനങ്ങളോട് ചോദിക്കടാ. നിങ്ങളെ അടിച്ച് പുറത്താക്കിയത്, നിങ്ങളുടെ രാജാവിനെ അടിച്ച് പുറത്താക്കിയത് ഈ ജനമാണ്. കടക്ക് വിജയോ പുറത്ത് അടിച്ച് പുറത്തിറക്കി. ധാർഷ്ട്യത്തിൻ്റെ, അഹങ്കാരത്തിൻ്റെ, ഹുങ്കിൻ്റെ, അല്ലേ? ആരോടൊക്കെയാ പറഞ്ഞത്? വീട്ടിൽ പോയി ചോദിക്ക്. പറഞ്ഞതൊരു സഖാവിനോടല്ലേ? കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട്. എല്ലാവരോടും ധാർഷ്ട്യം, ഹുങ്ക്, അഹങ്കാരം. പൊതുഖജനാവിൽ നിന്ന് നക്കി അഹങ്കാരത്തിൻ്റെ ഭാഷയുമായി ഇറങ്ങിയ പിണറായി വിജയനെ ജനം പറഞ്ഞു അടിച്ച് മൂലക്കിരുത്തി. കടക്ക് വിജയ പുറത്ത്. ഇത് ജനം കാത്തിരുന്നതായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും സഖാക്കൾക്ക് ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത കുരുവോട്ടല. പാലക്കാട്ട് അക്രമം അഴിച്ചു വിട്ട് 3-ാം സ്ഥാനത്താ NMR റസാക്കിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി.
ഉണ്ടാക്കാമെന്ന് കരുതിയത് വിജയിക്കാമെന്നല്ല, മറിച്ച് ഡീല് പ്രകാരം സംഗിണി മഞ്ഞൾ ശോഭയെ വിജയിപ്പിക്കാമെന്ന് കരുതി. എന്നാലോ അതിങ്ങനെ അത് ആ ഒരു പ്ലാന് വലിയ തട്ടലും മുട്ടലും ഇല്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഏപ്രിൽ 8 രാഹുൽ ഒരു പടക്കം, ഒരു ബോംബങ്ങ് പൊട്ടിച്ചു. ടപാ തവിട് പൊടി, പടക്കടക്കുദാവഹ എന്ന് പറഞ്ഞതുപോലെ എല്ലാം തകർന്ന് തരിപ്പണമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ രാഹുൽ ഇന്ന് പാലക്കാട്ട് ടൗണിൽ ഇറങ്ങിയിട്ട് വിശാരടിക്ക് വേണ്ടി ആഹ്ലാദ നൃത്തം ചവിട്ടുമ്പോൾ സഖാക്കൾക്കൊന്ന് നോവും, സഖാക്കൾക്ക് സങ്കടം വരും, സഖാക്കളുടെ നെഞ്ചൊന്ന് പിടക്കും. കാരണം ആ മനുഷ്യനെ വെട്ടി വീഴ്ത്തിയിട്ടും അയാൾ മുറിവ് കൂടി തിരിച്ചു വന്നിങ്ങനെ എഴുന്നേറ്റ് നിന്ന് ആഹ്ലാദ നൃത്തമാടുകയാ. സഖാക്കളെ സംബന്ധിച്ച് വല്ലാത്ത വേദനയായിരിക്കില്ല ഇത് കാണുമ്പോൾ, വല്ലാത്ത ക്രിമികടിയായിരിക്കും, വല്ലാത്ത കുരുപൊട്ടലായിരിക്കും. അതാണിപ്പോൾ പാലക്കാട് നമ്മൾ കണ്ടത്. അക്രമത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സഖാക്കളെ, വിജയൻ്റെ പോലീസല്ല ഇനി സതീശൻ്റെ പോലീസാണ് ഭരിക്കാൻ പോകുന്നത്. അതോർത്തു വെച്ചോ.